ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ആൻഡ് ട്രഡീഷണൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പാലും ബ്രെഡും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ സ്വീറ്റ് തയ്യാറാക്കാൻ മെയിൻ ആയിട്ട് വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, 1 പാക്കറ്റ് പാല്. ബ്രെഡിന്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് നമുക്കിതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതിലേക്കുള്ള പാലിന്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് പാല് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം. പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ചു നേരം കൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. പാല് നന്നായിട്ട് വെവായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസിന് പകരം 1 ടീസ്പൂൺ കോൺഫ്ലവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് പാലൊന്ന് ചെറുതായി ഒന്ന് തിക്കാവുന്നവരെ ഇളക്കി കൊടുക്കാം. പാല് ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1 ഡ്രോപ്സ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമുക്കിതിനെ തണുക്കാനായിട്ട് മാറ്റിവെക്കാം. നമുക്കിനി ബ്രെഡ് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബ്രെഡിന്റെ ഓരോ സ്ലൈസായി ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ബ്രെഡിന്റെ സ്ലൈസസ് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായി കുറച്ച് കാഷ്നട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിയായ സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.